അല്ല നമുക്ക് ഹോസ്റ്റലിലേക്ക് കൊണ്ടാണല്ലോ ഉപ്പുമാവ് മുട്ടക്കറി ഉണ്ടാക്കി കേട്ട് നോക്കിയാലോ. ഇനി ക്യാരറ്റ്, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, സവാള, തേങ്ങ, റവ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ റവ ഇവിടെ റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ഈ പാൻ വെച്ച് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇവിടെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെള്ളം ഇവിടെ തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് റവ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൊണ്ടുപോകാൻ വേണ്ടി പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന 10 പേർക്കുള്ള ഫുഡാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. മുട്ടക്കറിക്ക് ആവശ്യമുള്ള സവാള അരിഞ്ഞെടുക്കാം. ഒരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പം അതിലേക്ക് കടുകും കുറച്ച് പെരിഞ്ചീരകവും ചെറിയൊരു പട്ടയുടെ പീസും കൂടി ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുക്കാം. സവാള എല്ലാം ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇടാം. വഴണ്ടി വരുമ്പം തക്കാളി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പൊടികൾ ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കാം. വേവിച്ച് വെച്ചിരിക്കുന്ന മുട്ടയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.